Hello and welcome to another episode of Leap by IAS Factor. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി MCQസിന്റെ രൂപത്തിൽ പഠിക്കുകയാണ് ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൂടെ ആൻഡ് വി ആർ മൂവിങ് ടുവേർഡ്സ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് എപ്പിസോഡ്. ചെറിയൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് ഈസ് ബിഹൈൻഡ് ബി റെഡി ആൻഡ് ഇന്റർനാഷണൽ ബെഞ്ച് മാർക്കിംഗ് പ്രൊജക്ട് ടു അസസ് ബിസിനസ് എൻവയോൺമെന്റ്? അപ്പോൾ ബി റെഡി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബെഞ്ച് മാർക്കിംഗ് പ്രൊജക്റ്റ് ഏത് ഓർഗനൈസേഷന്റെ പദ്ധതിയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. IMF, WTO, OECD, വേൾഡ് ബാങ്ക്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഓപ്ഷൻസ്. പക്ഷേ നിങ്ങൾ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പലതും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഒക്കും. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്തുകൊണ്ടാണ് ഇതിവിടെ ഇപ്പം ചോദ്യമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബി റെഡി എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിലേക്ക് ഇന്ത്യയുടെ, അതായത് ഇതെന്താ ചെയ്യുന്നത്, ബിസിനസ് എൻവയോൺമെന്റ് അസസ് ചെയ്യുക. മനസ്സിലായോ? ഓരോ രാജ്യത്തെയും ബിസിനസ്സിന് പറ്റുന്ന സാഹചര്യങ്ങൾ അസസ് ചെയ്യുകയാണ്. അപ്പൊ നെക്സ്റ്റ് ഇതിനകത്തേക്ക് ഇപ്പൊ ഡേറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു ബിസിനസ് എൻവയോൺമെന്റിന്റെ അസസ്മെന്റ് വരാനുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനും കൂടെ അസസ് ചെയ്തിട്ട് നമുക്ക് പറയുമ്പോൾ, നമ്മൾ പറയുന്ന പോലൊക്കെ വലിയ രീതിയിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ എക്കണോമിക്ക് വലിയൊരു ബൂസ്റ്റപ്പ് ആണല്ലേ. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് തന്നെ ആൻസർ കിടപ്പുണ്ട്. അതാണ് അതിൻ്റെ രസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പറ്റത്തില്ലെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കും. ഞാൻ പറഞ്ഞ ഒറ്റ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ബി റെഡി ബിസിനസ് എൻവയോൺമെന്റ്. സോ ബിസിനസ് റെഡി ആണോ എന്നാണ് നോക്കുന്നത്. അതായത് ആ രാജ്യത്തിന്റെ എക്കണോമി ബിസിനസ് റെഡി ആണോ എന്ന് നോക്കുന്നു. നമ്മൾ കേട്ടു എന്താ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലേ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. വെറ്ററൻസിനെ സംബന്ധിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആൻസർ അടിച്ചിരിക്കും. ഇനി നമുക്ക് നോക്കാം IMFന്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാ. കടം കൊടുക്കുക, കടം മേടിക്കുക, അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി പോലെയാണ് IMF പൊതുവെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രൊജക്ട്സ് ഒക്കെ നോക്കിയാൽ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ IMFനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റൈറ്റ് നൗ ഒരു നിങ്ങൾ IR ന്യൂസ് ഒക്കെ വായിക്കും അറിയാം. റൈറ്റ് നൗ വളരെ സിഗ്നിഫിക്കൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. കാരണം ഇതിന്റെ റൂളിങ്സ് ഒന്നും ആരും വലിയ കാര്യമാക്കുന്നില്ല. WTOയുടെ എല്ലാ കാര്യങ്ങളും വയലേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്താ പറയുക, ജിയോ എക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലോബലൈസേഷനിൽ നിന്നും ജിയോ എക്കണോമിക് ഫ്രാഗ്മെന്റേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ WTOയ്ക്ക് വല്ല റെലവൻസ് ഒന്നും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. പിന്നെ മാത്രമല്ല അവരിങ്ങനെ ഒരു ബെഞ്ച് മാർക്കിംഗ് പ്രൊജക്റ്റ് ഒന്നും ഓരോ രാജ്യത്തെയും ബിസിനസ് എൻവയോൺമെന്റ് മെഷർ ചെയ്യുന്ന പരിപാടികളൊന്നും ഇവരെടുക്കത്തില്ല. അത് നിങ്ങൾക്ക് ഇതിന്റെ ബേസിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അവരുടെ പരിപാടി എന്താ, ഇന്റർനാഷണൽ ട്രേഡ് ഈസാക്കി കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. കോമ്പറ്റീഷൻ ഹെൽത്തി ആക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. ദെൻ OECDയും വേൾഡ് ബാങ്കും ഇവിടെ കിടക്കുകയാണ്. അപ്പം ഇനി ഡൗട്ടിന്റെ വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. OECDയും വേൾഡ് ബാങ്കും കിടന്നു കഴിഞ്ഞാൽ എളുപ്പം അടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ വേൾഡ് ബാങ്ക് ആണ്. അത് കൂടാതെ ഞാൻ പറഞ്ഞു വെറ്ററൻസിന് അടിക്കാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു ക്ലൂ മാത്രം കിട്ടിയാൽ മതി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് ആരാണ് പുറത്തിറക്കുന്നത്? ഇറ്റ്സ് പബ്ലിഷ്ഡ് ബൈ വേൾഡ് ബാങ്ക് അല്ലേ. അപ്പം ബി റെഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിസിനസ് റെഡി എന്ന് പറയുന്ന ആ ബെഞ്ച് മാർക്കിംഗ് പ്രൊജക്റ്റിൽ കൂടെ നെക്സ്റ്റ് മെഷർ ചെയ്യപ്പെടാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രേഡ് റെഗുലേഷൻസിന്റെ കാര്യങ്ങൾ നോക്കും, എൻവയോൺമെന്റൽ ഗുഡ്സിന്റെ കാര്യത്തിലുള്ള ട്രേഡിന്റെ കാര്യം നോക്കും, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കപ്പെടുന്നുണ്ടോ നോക്കും, ലോജിസ്റ്റിക് സർവീസ് എങ്ങനെയാണെന്ന് നോക്കും. അങ്ങനെ എല്ലാ മേഖലകളും നോക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ബി റെഡി നമ്മുടെ അസസ്മെന്റ് പുറത്തു കൊണ്ടുവരിക. അപ്പം ബി റെഡി ബിസിനസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒട്ടനെ നമ്മൾ എന്തടിക്കണം, വേൾഡ് ബാങ്ക് അടിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മുദ്ര. എക്കണോമിയിൽ തന്നെ നിൽക്കുകയാണ് ചോദ്യം. മുദ്ര ഇസ് എ കമേഴ്ഷ്യൽ ബാങ്കിങ് കമ്പനി വിച്ച് ഇസ് എ സബ്സിഡറി ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ സിഡ്ബിയുടെ ഒരു സബ്സിഡറി ആണെന്നും അതൊരു കമേഴ്ഷ്യൽ ബാങ്കിങ് കമ്പനി ആണെന്നുമാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പൊ രണ്ട് ഏരിയ ആണ് തെറ്റാൻ സാധ്യതയുള്ളത്. ഒന്നുകിൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത് തെറ്റാം, അല്ലെങ്കിൽ ഒരു സിഡ്ബിയുടെ സബ്സിഡറി അല്ലാതിരിക്കാം.
ഓക്കെ, രണ്ടിടത്ത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. സി, സ്ട്രാറ്റജിയാണ് ആദ്യം പറയുന്നത്, അതിനുശേഷം ശരിയോ തെറ്റോ എന്ന് പറയാം. യൂഷ്വലി ആ വാക്ക് ഞാൻ വീണ്ടും പറയുന്നുണ്ട്. യൂഷ്വലി ഒരു സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ട് ഫാക്റ്റുകളെ കൂട്ടിച്ചേർത്ത് എഴുതാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ ആ കൂട്ടിച്ചേർക്കലിന്റെ മുൻപോ പിൻപോ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ കൊടുത്തേക്കുന്ന മുദ്ര ഇസ് എ കൊമേഴ്ഷ്യൽ ബാങ്കിങ് കമ്പനി വിച്ച് ഈസ് എ സബ്സിഡറി ഓഫ് സിഡ്ബി എന്ന് പറയുമ്പോൾ ആ വിച്ച് ഈസിന് മുൻപും പിൻപും ആണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന രണ്ട് അണ്ടർലൈൻസ് അല്ലേ? അതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ കൂടെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയില്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ നിർത്തായിരുന്നു, മുദ്ര ഇസ് എ കമേഴ്ഷ്യൽ ബാങ്കിങ് കമ്പനി ഫുൾ സ്റ്റോപ്പ്, അങ്ങനെ ഇടായിരുന്നു. അല്ലെങ്കിൽ മുദ്ര ഇസ് എ സബ്സിഡറി ഓഫ് സിഡ്ബി, അങ്ങനെയും കൊടുക്കായിരുന്നു. ഇത് രണ്ട് ഫാക്റ്റുകളെ കൂട്ടിച്ചേർത്ത് കോമ്പൗണ്ട് ആക്കി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ രണ്ടിലേതെങ്കിലും ഒരു പാർട്ട് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാം തെറ്റും എന്നല്ല, വളരെ കൂടുതലാണ്. അപ്പൊ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് കണ്ടന്റ് അറിയത്തില്ല, സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം. ഈ പറയുന്ന സ്ട്രാറ്റജീസ് എല്ലാം വർക്കൗട്ട് ആവുക UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമായിരിക്കും കേട്ടോ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിയുടെ ടെസ്റ്റ് പേപ്പർ എടുത്ത് വെച്ച് നോക്കിയിട്ട് ടെസ്റ്റ് സീരീസിന്റെ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാൽ സ്ട്രാറ്റജി വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം UPSCയുടെ പാറ്റേൺ വേറെ ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോജിക്കലി ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി പ്രകാരം ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിനെ തെറ്റാണെന്ന് എടുക്കുന്നു. അടുത്ത് നോക്കൂ, മുദ്ര വുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ആൻഡ് റീഫിനാൻസിങ് മൈക്രോ എന്റർപ്രൈസസ് സെക്ടർ ഇൻ ഇന്ത്യ. സോ അവിടെ തെറ്റാണുള്ളത്. ഈ മൈക്രോ എന്റർപ്രൈസസ് സെക്ടർ എന്ന് പറയുന്ന ഏരിയ മാത്രമാണ്. അപ്പം അതെന്ന് പറയുന്നത് മൈക്രോ എന്റർപ്രൈസസ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റും റീഫിനാൻസിങ് കാര്യങ്ങളാണ് എന്ത് മുദ്ര എന്ന് പറയുന്ന ആ സ്ഥാപനം ചെയ്യുക എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ മാത്രം ഒന്നിൽ മൈക്രോയ്ക്ക് വരും, മൈക്രോ സ്മോള് മീഡിയം അതൊക്കെ ആവാം എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ഒള്ളി എന്നൊന്നും കൊടുത്തിട്ടില്ല അല്ലെ? ഒള്ളി മൈക്രോ എന്റർപ്രൈസ് സെക്ടർ എന്നൊന്നും കൊടുത്തിട്ടില്ല. അപ്പം മൈക്രോ എന്റർപ്രൈസസ് ഉണ്ടായിക്കൂടെ? ആ ഒരു ലോജിക്ക് നമ്മൾ പറയുക. ഒള്ളി എന്നൊന്നും കൊടുത്തില്ല, മൈക്രോ എന്റർപ്രൈസിന് മാത്രമാണ് എന്നൊന്നും പറയുന്നില്ല. മൈക്രോ എന്റർപ്രൈസസിനെ ഫിനാൻസ് ചെയ്യാനായിട്ടാണെന്നേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതിനകത്ത് തെറ്റാനുള്ള സ്കോപ്പ് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലായിച്ചേ, അത് തെറ്റാനുള്ള സ്കോപ്പ് കുറവല്ലേ? ഉള്ളിയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു, ഓ തെറ്റാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ഉള്ളി കൊടുത്തിരുന്നെങ്കിൽ സ്കോപ്പ്. ഇത് ഉള്ളി കൊടുക്കാത്ത സ്ഥിതിക്ക് ഇതെന്താണ്? ഇത് ട്രൂ ആവാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൈ ആൻസർ ഈസ് ടു ഒള്ളി എന്ന് ഞാൻ കൊടുക്കും. ഇനി നമുക്ക് നോക്കാം, ഫാക്ട് ബോക്സിലേക്ക് നമുക്ക് പോയി നോക്കാം. മുദ്ര എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, NBFC ആണ്. മനസ്സിലായില്ലേ? ഇതൊരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് എന്ത് മുദ്ര എന്ന് പറയുന്നത്. മുദ്ര എന്ന് പറയുന്നത് RBIയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു NBFC ആണ്. ആൻഡ് മുദ്ര വുഡ് പാർട്ട്ണർ വിത്ത് ബാങ്ക്സ്, microfinance institutions and other lending institutions at different levels to provide microfinance support to micro enterprises. കണ്ടോ? അതായത് മുദ്ര എന്ന് പറയുന്ന ഒരു NBFC ആണെന്നും ആ NBFC മറ്റ് ബാങ്കുകളുമായിട്ടും മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് എന്താ ചെയ്യുന്നത്? റീഫിനാൻസിങ് ഓഫ് മൈക്രോ എന്റർപ്രൈസസ് ആണ് ചെയ്യുന്നത്. എന്താണ് റീഫിനാൻസിങ് എന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. റീഫിനാൻസിങ് എന്ന വാക്ക് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പേരാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നബാർഡ് മാത്രമല്ല ഇന്ത്യയിൽ റീഫിനാൻസിങ് ചെയ്യുന്നത്, ഇതേപോലൊക്കെ സ്ഥാപനങ്ങളുണ്ട്. അതിൽ മറ്റൊന്നും കൂടെ നമ്മൾ പഠിച്ചു, മുദ്ര. റീഫിനാൻസിങ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ക്ലാസ്സിലാണ് പഠിക്കുക. ഇപ്പോൾ ലീപ്പിൽ കൂടെ നമ്മൾ പഠിക്കുന്നു മുദ്ര എന്ന് പറയുന്നത് NBFC ആണെന്നും മൈക്രോ എന്റർപ്രൈസസ് സെക്ടറിന്റെ റീഫിനാൻസിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് മുദ്ര എന്നും. Recently in news, what are Kodu and Kutki the varieties of? Koduവും കുട്കിയും എന്തിന്റെ വെറൈറ്റീസ് ആണെന്നാണ് ചോദ്യം. ട്രൈബൽ ലാംഗ്വേജസ്, എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, മില്ലറ്റ്സ്, മാർഷ്യൽ ആർട്സ്. ഇതാണ് സ്പെസിഫിക് ന്യൂസ് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിന് ആൻസർ കിട്ടത്തുള്ളൂ. അതാണ് അതിന്റെ രസം. ആ സ്പെസിഫിക് ന്യൂസ് വായിച്ചിരിക്കണം. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് അല്ല. മനസ്സിലായില്ലേ? നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരാൻ ഒരു സാധ്യതയില്ലാത്ത ന്യൂസാണ്. മറ്റ് പത്രങ്ങളിലൊന്നും കാണാനും സാധ്യതയില്ലാത്ത ന്യൂസാണ്. ഇത് റെയറായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ടിടത്ത് മാത്രം വരേണ്ട ഒരു ന്യൂസാണ്, വരുന്ന ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ആ സ്പെസിഫിക് ന്യൂസ് വായിച്ചിരിക്കണം. ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് UPSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 എപ്പിസോഡുകളിൽ ഇതേ ചോദ്യങ്ങൾ ഇടുന്നത്. ഓക്കെ, ആൻഡ് ദി ആൻസർ ഈസ്, പഠിച്ചു വെക്കുക, ഒറ്റ അടിക്ക് പഠിച്ചു വെക്കുക. ദീസ് ആർ മില്ലറ്റ്സ്.
കൊഡു കുട്കി എന്നൊക്കെ പറയുന്നത് മധ്യപ്രദേശിലാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കൃഷി ചെയ്യുന്ന മില്ലറ്റ്സ് ആണ് എന്ത് കൊഡു കുട്കി എന്നൊക്കെ പറയുന്നത്. ആൻഡ് ദീസ് ആർ ലൈക്ക് all other millets. These are nutritious and climate resilient and high in fiber, protein and essential minerals like iron and calcium. അപ്പോൾ അത്രയും ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള രണ്ട് മില്ലറ്റ് വെറൈറ്റീസ് ആണ് കൊഡുവും കുട്കിയും. അപ്പം മധ്യപ്രദേശിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് പ്രധാനമായിട്ട് ഇത് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കൂടെ വെച്ചിരിക്കുക. വീണ്ടും ഒരു IR റിലേറ്റഡ് ന്യൂസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? Mercosur is a trading bloc consisting of all South American countries. Mercosur എന്ന് പറയുന്നത് എല്ലാ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ട്രേഡിംഗ് ബ്ലോക്ക് ആണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, അറിയത്തില്ലെങ്കിൽ സ്ട്രാറ്റജി പ്രയോഗിക്കുക, അറിയത്തില്ലെങ്കിൽ മാത്രം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ Mercosur is a trading bloc consisting of all South American countries. സൗത്ത് അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളും കൂടെ ഉള്ള എന്ന് പറയുമ്പോൾ ആ ഓൾ എന്താണ് ഞാൻ പറയുന്നത്? കണ്ടന്റ് അറിയാത്ത അവസ്ഥയിൽ, ഗതിയൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇതിനെ റോങ് ആയിട്ട് എടുക്കും. സോ ദാറ്റ് മീൻസ് 1 ഞാൻ ഫോൾസ് ആയിട്ട് എടുക്കുന്നു. ആൻഡ് സെക്കൻഡ് വൺ നോക്കൂ, ഇന്ത്യ ഹാഡ് സൈൻഡ് എ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് മെർക്കോസർ. മെർക്കോസറുമായിട്ട് ഇന്ത്യ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഞാൻ ചോദിക്കട്ടെ, രണ്ട് രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വരാം. ഒന്നുകിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വരാം. രണ്ട്, സൈൻ ചെയ്തിട്ടുണ്ടാവത്തില്ല, പക്ഷേ ഉടനെ സൈൻ ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാം. മനസ്സിലായില്ലേ? രണ്ട് രീതിയിലേ ഇത് വരത്തുള്ളൂ. ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കും, ഇല്ലെങ്കിൽ റൈറ്റ് നൗ റീസെന്റ് കറണ്ട് അഫെയറിൽ മെർക്കോസറുമായിട്ടൊരു ഫ്രീ ട്രേഡോ പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റോ ഇന്ത്യ സൈൻ ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടാവും. അപ്പൊ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ആസ് എ സീരിയസ് ആസ്പിരന്റ് എന്താണ്, നമ്മളത് പത്രത്തിൽ കണ്ടിരിക്കണം. വേണ്ടേ? ഒരു സീരിയസ് ആസ്പിരന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ എവിടെയെങ്കിലും പത്രത്തിൽ അത് കണ്ടിട്ടുണ്ടാവണം. പക്ഷേ പത്രം വൃത്തിയായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ്, അത് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ വായുവിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും ഇത് പണ്ടെപ്പോഴോ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് മീൻസ് 2 only is the right answer. നോക്കൂ, ഇന്ത്യ 2009 തന്നെ മെർക്കോസറുമായിട്ട് എന്ത് PTA സൈൻ ചെയ്തിട്ടുണ്ട്. 2009 തന്നെ. 2005 ഇതിന്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. 2009 PTA സൈൻ ചെയ്തു. അത് മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു എക്സ്ട്രാ ഫാക്റ്റ് ആണ്, ഇന്ത്യ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ട്രേഡിംഗ് ബ്ലോക്കുമായിട്ട് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് അത് മെർക്കോസറുമായിട്ടാണ്. അതായത് ഇന്ത്യ മെർക്കോസർ PTA ആണ് ഇന്ത്യ ആദ്യമായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു ട്രേഡിംഗ് ബ്ലോക്കുമായിട്ട് PTA ഏർപ്പെടുന്നത്. ആദ്യമായിട്ട് ഇന്ത്യ ചെയ്യുന്നത് മെർക്കോസറുമായിട്ടാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 2009. ആൻഡ് മെർക്കോസറിൽ എല്ലാ രാജ്യങ്ങളും ഇല്ല, എല്ലാ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും ഇല്ല. അർജന്റീന, ബൊളീവിയ, ബ്രസീൽ, പാരഗ്വേ ആൻഡ് യുറുഗ്വേ, ഇത്രയും രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെനസ്വേല ഉണ്ട്, പക്ഷേ ലിസ്റ്റിൽ ഞാൻ എഴുതാത്തതിന് റീസൺ വെനസ്വേലയെ റൈറ്റ് നൗ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. മനസ്സിലായോ? വെനസ്വേലയും കൂടെ കയറി വരും, പക്ഷേ അതിന് റൈറ്റ് നൗ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി ഇത്രയും രാജ്യങ്ങളാണുള്ളത്. നോക്കൂ, ഇതിനകത്ത് ചിലെ ഇല്ല, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ മിസ്സിംഗ് അല്ലേ. കൊളംബിയ ഇല്ല, പെറു ഇല്ല, അങ്ങനെ പല രാജ്യങ്ങളും മിസ്സിംഗ് ആണ്. അപ്പം വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എല്ലാം ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. അടുത്ത വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ എക്കണോമിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ EPFO എന്ന് പറയുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും അടുത്ത വർഷത്തെ എക്കണോമിയിൽ ഒരു ചോദ്യം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് എന്ത് ന്യൂസ് വന്നാലും വായിച്ചു വെക്കുക. എന്തുകൊണ്ട് ന്യൂസ് വരുന്നു എന്ന് ചോദിച്ചാൽ, റീസെൻ്റ് ആയിട്ട് കുറേ തെറ്റായ ന്യൂസ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി പല മാധ്യമങ്ങളും. EPFൽ അങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവന്നു, ഇങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്നോണം സർക്കാർ ഒരു പ്രസ് റിലീസ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ EPFലേക്ക് കൊണ്ടുവന്നു. അതായത് ജനങ്ങൾക്ക്, എംപ്ലോയീസിന് ഗുണകരമാവുന്ന രീതിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതാണ് നമ്മൾ അറിയേണ്ടത്. മാസ് ഇന്ത്യൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ UPSC ചോദ്യമാക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, employees with a monthly salary less than 15,000 can use their EPF accounts as a regular bank account. 15,000 രൂപയിൽ താഴെ മന്ത്ലി സാലറി ഉള്ള എംപ്ലോയീസിന് EPF അക്കൗണ്ട് റെഗുലർ ബാങ്ക് അക്കൗണ്ട് പോലെക്ക് യൂസ് ചെയ്യാമെന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു.
ഒരാൾക്ക്, നിങ്ങളൊരു ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്കതിൽ ഡൗട്ട് അടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഠനം ശരിയായ രീതിയിലല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു റെഗുലർ ബാങ്ക് അക്കൗണ്ട് പോലെ EPF അക്കൗണ്ട് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. നോക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ബോത്ത് ദി എംപ്ലോയി ആൻഡ് എംപ്ലോയർ ആർ ജനറലി റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് 12% ഓഫ് എംപ്ലോയീസ് ബേസിക് സാലറി ആൻഡ് DA അലവൻസ് മന്ത്ലി. ഇതൊരു ഫാക്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ന്യൂസിലുള്ള ഒരു ഫാക്റ്റാണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ട്രൂ. And interest rate is declared annually by the government, offering a secure, virtually risk-free investment with compounding benefits. സ്വാഭാവികം. എന്താണ്, സർക്കാർ നടത്തുന്ന ഒരു ഫണ്ടാണല്ലോ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. സ്വാഭാവികം, സർക്കാർ ആണല്ലോ. സർക്കാർ കടന്നു വരുന്നതോടുകൂടി റിസ്ക് ഇല്ലാതാവുകയാണ്, അത് എന്തിലാണെങ്കിലും. ഓക്കെ. ആൻഡ് വിത്ത് കോമ്പൗണ്ടിങ് ബെനിഫിറ്റ്സ് ഉണ്ടാകും. അതായത് അതിനകത്ത് കിടക്കുന്ന പൈസയ്ക്ക് കോമ്പൗണ്ട് ചെയ്ത് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറയുന്നു. ആയിരിക്കുമല്ലോ, കാരണം നമുക്കറിയാം റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴേക്കും പെൻഷൻ കാശ് കിട്ടുമ്പോൾ അത് വലിയൊരു തുക ഈ PF-ൻ്റെതാണ്. മനസ്സിലായില്ലേ? അപ്പം അത് അങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണല്ലോ നമുക്ക് വലിയൊരു തുക കിട്ടാനുള്ള സാധ്യത. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഡിക്ലെയർഡ് ആനുവലി ആണോ എന്നുള്ളത് മാത്രമേ ഒരു ഡൗട്ട് ഉള്ളൂ നമുക്കല്ലേ. അതെ, ഓർത്ത് വെച്ചോ, ആ ഫാക്റ്റും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ആനുവലി ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 3യും ട്രൂ ആയി. അപ്പം 2ഉം 3യും ട്രൂ ആയി. ഇനി 1 മാത്രം ആലോചിച്ചാൽ മതി. ഇതേ ലോജിക്ക് നിങ്ങൾ പ്രയോഗിച്ചേ. ലോജിക്ക് ഈ PF അക്കൗണ്ട് റെഗുലർ ബാങ്ക് അക്കൗണ്ട് പോലെക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പം റെഗുലർ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, വിത്ഡ്രോ ചെയ്യാറുണ്ട്, അല്ലേ? തോന്നുമ്പം ഡെപ്പോസിറ്റും ചെയ്യാം, വിത്ഡ്രോയും ചെയ്യാം, അല്ലേ? ഇത് രണ്ടുമാണ് ഒരു നോർമൽ ബാങ്ക് അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് നമ്മൾ സാധാരണക്കാരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ. കൈ കാശുള്ളപ്പം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, കൈ കാശ് വേണ്ടപ്പോൾ നമുക്ക് തിരിച്ച് വിത്ഡ്രോ ചെയ്യാം. ഒരു EPF അക്കൗണ്ടിൽ ഇത് പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, എന്താ പെൻഷൻ പറ്റുമ്പോൾ PF പോലൊക്കെ വലിയൊരു തുക നമ്മൾക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ റെഗുലർലി ഒരു ബാങ്ക് അക്കൗണ്ട് പോലൊക്കെ പൈസ ഇട്ടു എടുക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 2-ൽ തന്നെ പറയുന്നുണ്ട്. ആരാ? എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് 1%, എംപ്ലോയറിന്റെ ഭാഗത്തു നിന്ന് 1% ഇട്ട സാധനം അടുത്ത മാസം പോയിട്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ഈസി ആയിരുന്നു. പിന്നെന്തിനാ EPF കൊണ്ടിടുന്നത്? ഡയറക്റ്റ് ശമ്പളത്തിന്റെ കൂട്ടത്തിൽ അങ്ങ് തന്നാ പോരെ. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ലോജിക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ചേ. സ്റ്റേറ്റ്മെന്റ് 2-ൽ പറയുന്നുണ്ട് എംപ്ലോയർ 1% വെച്ച് സാലറിയുടെയും DAയുടെയും കൂടെ ചേർത്തിട്ട് എല്ലാ മാസവും EPF അക്കൗണ്ടിലേക്ക് ഇടുന്നു. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് പോയിട്ട് അന്നേരം തന്നെ വലിച്ചൂടെ? അങ്ങനെ വലിക്കാനാണെങ്കിൽ അത് എന്തിനാ EPF അക്കൗണ്ടിൽ കൊണ്ടിടുന്നത്? സാലറി പോലൊക്കെ നമുക്ക് കൂടെ തന്നാൽ പോരെ. അത്രേ ഉള്ളൂ. ആ ലോജിക്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്. അപ്പൊ EPF അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു റെഗുലർ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യരുത് എന്ന് EPFO കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് റെഗുലർ ബാങ്ക് അക്കൗണ്ട് പോലൊക്കെ യൂസ് ചെയ്യാൻ നമുക്കൊക്കില്ല. കാരണം എന്താ? അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് റിട്ടയർമെന്റ് സമയത്ത് വലിയൊരു തുക ജനങ്ങൾക്ക് കിട്ടുക, എംപ്ലോയീസിന് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ആൻഡ് ഇപ്പോഴത്തെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ക്യാൻ വിഡ്രോ 75% ആഫ്റ്റർ എ പീരീഡ് ഓഫ് 12 months. 12 മാസങ്ങൾക്ക് ശേഷം ആ അക്കൗണ്ടിലുള്ള തുകയുടെ 75% പിൻവലിക്കാൻ ഒക്കും. അത് വലിയൊരു ഗുണമാണ് ജനങ്ങൾക്ക്. അപ്പോഴും 25% അവിടെ കിടക്കും. ദാറ്റ് മീൻസ് റിട്ടയർ അല്ലെങ്കിൽ എന്തോ ഒരു 100% പിൻവലിക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ റിട്ടയർ ആകുമ്പോഴത്തേക്ക് തുകയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 25% എങ്കിലും അവിടെ കിടക്കുകയാണെങ്കിൽ റിട്ടയർ ആകുമ്പോഴത്തേക്ക് ഒരു ഭേദപ്പെട്ട തുകയെങ്കിലും കയ്യിലേക്ക് വരും. ഇല്ലെങ്കിൽ ആളുകൾക്ക് ഒരു തുക ഉണ്ടാകത്തില്ല, ചെറിയ തുകകളെ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായി? ഈ ചേഞ്ച് ആണ് റീസെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്.